2026 മാർച്ച് 24, 25, 26 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും പ്രതിരോധ സിവിലിയൻ മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി മിഷൻ ഡ്രോൺ ശക്തി. മിഷൻ ഡ്രോൺ ശക്തി എന്നതാണ് ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും പ്രതിരോധ സിവിലിയൻ മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി. 86% സ്കൂളുകളും പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം മേഘാലയ. മേഘാലയയാണ് 86% സ്കൂളുകളും പുകയിലരഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. അടുത്തിടെ വനിതാ ടീമുകൾക്ക് വനിതാ പരിശീലകരെ നിർബന്ധമാക്കിയ കായിക സംഘടന ഫിഫ. ഫിഫയാണ് വനിതാ ടീമുകൾക്ക് വനിതാ പരിശീലകരെ നിർബന്ധമാക്കിയ കായിക സംഘടന. 2026 മാർച്ചിൽ അന്തരിച്ച ഹോളിവുഡ് താരവും ആയോധനകല വിദഗ്ധനുമായ വ്യക്തി കാർലോസ് റേചക് നോറിസ്. കാർലോസ് റേചക് നോറിസാണ് 2026 മാർച്ചിൽ അന്തരിച്ച ഹോളിവുഡ് താരവും ആയോധനകല വിദഗ്ധനുമായ വ്യക്തി. 2026 ലോക ക്ഷയരോഗ ദിനത്തിന്റെ തീം അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും, രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ പിന്തുണയോടെ. അപ്പോൾ 2026 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ തീം എന്ന് പറയുന്നത് അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും, രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ പിന്തുണയോടെ എന്നതാണ്. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24-നാണ്. ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. രാത്രി യാത്രയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി നിർഭയ നിശ. നിർഭയ നിശ എന്നതാണ് രാത്രി യാത്രയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതി. പദ്ധതി പ്രകാരം രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ യാത്രാ സൗകര്യം ലഭിക്കാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് സഹായം ലഭിക്കും. ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 112 അപ്പോൾ രാത്രി യാത്രയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് നിർഭയ നിശ. പദ്ധതി പ്രകാരം രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ യാത്രാ സൗകര്യം ലഭിക്കാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ സ്ത്രീകൾക്ക് സഹായം ലഭിക്കും. ഇതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 112. റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി PM രാഹത്ത്. PM രാഹത്ത് എന്നതാണ് റോഡ് അപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി. PM രാഹത്ത് എന്നതിൻ്റെ പൂർണ്ണരൂപം പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ്. പ്രധാനമന്ത്രി റോഡ് ആക്സിഡന്റ് വിക്ടിം ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് അഷ്വേർഡ് ട്രീറ്റ്മെന്റ് എന്നതാണ് PM രാഹത്ത് എന്നതിൻ്റെ പൂർണ്ണരൂപം. തിരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് സക്ഷം ആപ്പ്. സക്ഷം ആപ്പ് എന്നതാണ് തിരഞ്ഞെടുപ്പ് ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, വോട്ടെടുപ്പ് ദിനത്തിൽ ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയാണ്. രാജ്യങ്ങളുടെ വായുമലിനീകരണ തോത് വിലയിരുത്തുന്നതിന് സ്വിറ്റ്സർലാൻഡിലെ ഐക്യ എയർ കമ്പനി പുറത്തുവിട്ട 8ാമത് വായു നിലവാര സൂചിക പ്രകാരം വായുമലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 6. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 6ആണ്. വായുമലിനീകരണത്തിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം പാകിസ്ഥാനാണ്. 2ാം സ്ഥാനം ബംഗ്ലാദേശ്. ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 6ആണ്. റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം ലോനി. ഉത്തർപ്രദേശിലെ ലോനിയാണ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം. ലോകത്തെ ഏറ്റവും മലിനമായ 10 നഗരങ്ങളിൽ 5 ഇന്ത്യയിലാണ്. ലോനി, ഡറാബസി, ഡൽഹി, ഗാസിയാബാദ്, ഉല എന്നിവയാണവ. അപ്പോൾ IQ എയറിൻ്റെ വായുമലിനീകരണ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 6ആണ്. 1ാം സ്ഥാനത്തുള്ളത് പാകിസ്ഥാനും 2ാം സ്ഥാനത്തുള്ളത് ബംഗ്ലാദേശുമാണ്. റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള നഗരം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ലോനിയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് കരുത്തേകുന്നതിനായി തിരുവനന്തപുരത്തെ മലയാളി സ്റ്റാർട്ടപ്പായ സ്പൈടൈം 4D പ്രിന്റിംഗ് സൊല്യൂഷൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക 3D പ്രിന്റർ ആകാശ 300. ആകാശ 300 എന്നതാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് കരുത്തേകുന്നതിനായി തിരുവനന്തപുരത്തെ മലയാളി സ്റ്റാർട്ടപ്പായ സ്പേസ് ടൈം 4D പ്രിന്റിംഗ് സൊല്യൂഷൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക 3D പ്രിന്റർ. ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു പ്രത്യേക തീവ്രപരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഹൃദയ തകരാറുള്ളവർക്കായി ഹോപ്പ് എന്ന പേരിൽ കേരളത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിൽ തന്നെ ആദ്യമായി ഒരു പ്രത്യേക തീവ്രപരിചരണ വിഭാഗം ആരംഭിച്ച ആശുപത്രി.
പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്ക് എതിരെ കർശന നടപടിയെടുക്കുന്ന പാരന്റ്സ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം തെലങ്കാന. തെലങ്കാനയാണ് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ജീവനക്കാർക്ക് എതിരെ കർശന നടപടിയെടുക്കുന്ന പാരന്റ്സ് സപ്പോർട്ട് ബില്ലിന് അംഗീകാരം നൽകിയ സംസ്ഥാനം. വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്കോൾ വൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. മണിപ്പൂർ സംസ്ഥാനമാണ് വനസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിങ്കോൾ വൻ ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത്. ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികളെ കീഴടക്കിയ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് ഭൂപതി രാജു അൻമിഷ് വർമ്മ. ഭൂപതി രാജു അൻമിഷ് വർമ്മയാണ് ഏറ്റവും വേഗതയിൽ 7 അഗ്നിപർവ്വത കൊടുമുടികളെ കീഴടക്കിയ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത്. 2026 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന കക്കാഡു അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS നീലഗിരി. INS നീലഗിരിയാണ് 2026 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന കക്കാഡു അഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ. 2026 കക്കാഡു അഭ്യാസത്തിന്റെ വേദി ഓസ്ട്രേലിയയാണ്. 2026 കക്കാഡു അഭ്യാസത്തിന്റെ വേദി. ഇതിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് INS നീലഗിരി. ഇത്രയുമാണ് 2026 മാർച്ച് 24, 25, 26 തീയതികളിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.